റിപ്പോർട്ടർ ബ്രേക്കിംഗ്. CPIയെ UDFിലേക്ക് ക്ഷണിച്ചത് അടൂർ പ്രകാശിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു റിപ്പോർട്ടറിനോട്. അടൂർ പ്രകാശ് മറുപടി അർഹിക്കുന്നില്ല. CPI ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. PV അൻവറിന് നിലമ്പൂരിൽ 20,000 വോട്ട് ലഭിച്ചത് നിസ്സാരമല്ല എന്നും പ്രകാശ് ബാബു പ്രതികരിച്ചു. അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത് CPI കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അതിനൊരു മറുപടിയാണ് ഇപ്പോൾ CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ പ്രകാശ് ബാബു നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അതിനെന്താണ് ഇപ്പോൾ അടൂർ പ്രകാശിനുള്ള മറുപടി, അല്ലെങ്കിൽ UDFിലേക്ക് ഈ കാര്യത്തിൽ അങ്ങോട്ട് പോകുന്നുണ്ടോ? അങ്ങനെയുള്ള അടൂർ പ്രകാശിൻ്റെ രാഷ്ട്രീയമായ ഒരു അറിവില്ലായ്മ എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു രാഷ്ട്രീയ പാപ്പരത്വത്തിൻ്റെ ഭാഗമാണ് CPIയെ കേരളത്തിൽ UDFിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത്. അതിനപ്പുറം അതിൽ വേറൊന്നും പറയാനില്ല, അതിൻ്റെ ആവശ്യവുമില്ല. CPI ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഗവൺമെൻറ്റും അതേ നിലയിൽ തന്നെ പോകുന്നു. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് നിർവഹിക്കുന്നുമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ CPI എടുക്കുന്ന പങ്ക് വളരെ വലുതുമാണ്. ആ സന്ദർഭത്തിൽ CPIയെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞത് തന്നെ യഥാർത്ഥത്തിൽ മറുപടി അർഹിക്കാത്ത ഒരു കാര്യമാണ്. മുന്നണിക്ക് CPI എന്ന മുന്നണിക്ക് ഘടകകക്ഷിക്ക് ഒരു പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാണോ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുന്നത്? അത് അയാളോട് ചോദിച്ചാൽ അറിയാനൊക്കെ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം അത് ഭരണവിരുദ്ധ വികാരമാണ് അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോഴും ആ പരാജയത്തെ എങ്ങനെയാണ് CPI കാണുന്നത്? അല്ല, ഒരിക്കലും നിലമ്പൂർ ഒരു LDF മണ്ഡലം അല്ലല്ലോ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അൻവർ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വർഷങ്ങളായി ആര്യാടൻ മുഹമ്മദ് ജയിച്ചുകൊണ്ടിരുന്ന UDFിൻ്റെ നല്ല ഉറച്ച മണ്ഡലമാണ്. ആ UDFിലുണ്ടായ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കാൻ അൻവറിന് കഴിയുന്നു എന്നുള്ള ഒരു സാധ്യത കണ്ടുകൊണ്ട് അൻവറിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി സ്ഥാനാർത്ഥിയാക്കി. അത് CPIഎമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവർ കണ്ടെത്തിയതാണ്, CPM കണ്ടെത്തിയതാണ്. അത് ഒരിക്കലും മണ്ഡലം LDFിൻ്റെ ഒരു മണ്ഡലം UDF ജയിച്ചതല്ല. UDFിൻ്റെ മണ്ഡലം അവർ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ UDF അത് തിരിച്ചു പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിലമ്പൂരിൽ അൻവർ ഒരു ഫാക്ട് തന്നെയാണല്ലേ, അതായത് വലിയൊരു വോട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അൻവറിന് 20,000 അടുത്തുള്ള വോട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ അത് നിസ്സാരമല്ല, അതൊരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. എന്തായാലും രാഷ്ട്രീയ പാപ്പരത്വം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അടൂർ പ്രകാശിൻ്റെ പ്രസ്താവനയ്ക്ക് രാഷ്ട്രീയ പാപ്പരത്വം എന്നാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് S. അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം. ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ദിലീപ്, ഇപ്പോൾ CPIയുടെ പ്രതികരണം നേരത്തെ CPIയുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശ് പറഞ്ഞതിനോട് ബിനോയ് വിശ്വം ചിരിയിലാണ് മറുപടി നൽകിയത്. കുറച്ചുകൂടി ശക്തമായ പ്രതികരണമായി വന്നിരിക്കുന്നത് പ്രകാശ് ബാബുവിൻ്റെ പ്രതികരണമാണ്. അപ്പോൾ അത് നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്ന് തന്നെ പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടത്തിയ പ്രതികരണം അതും പ്രധാനമാണല്ലോ. PV അൻവർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത്രയധികം വോട്ട് ലഭിച്ചു എന്ന നിലയ്ക്കാണോ ഇപ്പോൾ CPI നേതാവ് കാണുന്നത്? നേരത്തെ CPIയെ പരാജയപ്പെടുത്താൻ വേണ്ടി CPMന്റെ ഭാഗമല്ലാതിരിക്കുന്ന സമയത്ത് PV അൻവറിനെ CPM സഹായിച്ചു എന്ന വിമർശനം കൂടി ഉയർന്നിട്ടുള്ളതാണ്. സ്മൃതി, CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടൂർ പ്രകാശിന്റെ പ്രസ്താവനയെ ചിരിച്ചു തള്ളിയെങ്കിൽ ദേശീയ നിർവാഹക സമിതി അംഗമായ കെ പ്രകാശ് ബാബു രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. അതായത് ഈ അടൂർ പ്രകാശിന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ്, രാഷ്ട്രീയ അറിവില്ലായ്മ എന്ന് താൻ പറയില്ലെങ്കിലും രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇങ്ങനെ പറഞ്ഞത് എന്നാണ് പ്രകാശ് ബാബു പറഞ്ഞിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും ശക്തമായ ഒരു ഘടകകക്ഷിയാണ് CPI. അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിയെ എങ്ങനെ വിളിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് ഈ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് CPI തന്നെ പലതവണ ഈ CPMനോടൊപ്പം നിന്നുണ്ട്, പക്ഷേ എന്തിന് ഇങ്ങനെ വിളിച്ചു എന്നുള്ള കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നത്. മറ്റൊന്ന് അൻവറിൻ്റെ കാര്യങ്ങളാണ്. അൻവറിന് UDFിൻ്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണിയിലെത്തി അതിനെ വിജയിപ്പിക്കുകയും ചെയ്ത 20,000 വോട്ട് അൻവർ പിടിച്ചത് അത് നിസ്സാരമായി കാണുന്നില്ല. അത് കാലാകാലങ്ങളായി ഇപ്പോൾ UDFിൻ്റെ മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ UDF ജയിച്ചിരിക്കുന്നത്. അത് ഒരിക്കലും LDFിൻ്റെ മണ്ഡലമല്ല. LDFിൻ്റെ വോട്ട്
UDFിൻ്റെ വോട്ട് ഭിന്നിപ്പിക്കാൻ അൻവറിന് കഴിയുമെന്നുള്ളത് കൊണ്ട് അൻവറിനെ കൂട്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ അടുത്ത കാലത്ത് വന്ന സമകാലിക കാലത്ത് വന്ന വിഷയങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ അൻവറിന് കഴിഞ്ഞു. അൻവർ ആ വിഷയങ്ങളിൽ ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് തന്നെ കുറച്ച് വോട്ടുകൾ അധികം ലഭിച്ചു എന്നുള്ള കാര്യങ്ങളടക്കം പറയുന്നത്. എന്തായാലും CPIനെ UDFിലേക്ക് ക്ഷണിച്ചത് അതൊരു രാഷ്ട്രീയ പാപ്പരത്വമായിട്ടാണ്, അടൂർ പ്രകാശിന്റെ രാഷ്ട്രീയ പാപ്പരത്വമായിട്ട് തന്നെ ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.